ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആനക്കല്ലുമല നെടുമ്പാറ എന്ന് പറഞ്ഞ ഒരു വ്യൂ സ്പോട്ടിൽ കണ്ട പോണത്. അപ്പോൾ നമ്മൾ ബൈക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വഴി കാണിച്ചു. ജസ്റ്റ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ റൂട്ട് ഇങ്ങനെ പോകും. ചെറിയൊരു റൂട്ടാണ്. അപ്പോൾ ഇതിലേ നമുക്ക് കയറിപ്പോണ വഴിയാണ്. വീടിൻ്റെ സൈഡിൽ കൊണ്ട് കണ്ടാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബൈക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് നേരെ മുകളിൽ കയറിപ്പോണ്ട്. അപ്പോൾ വ്യൂ സ്പോട്ടൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് മേലേക്ക് കയറിയിട്ട് ഞാൻ ബാക്കി കാര്യം കാണിച്ചു തരാം. നമുക്ക് കാണിച്ച റോഡിൽ രണ്ട് വീടിൻ്റെ സൈഡിലൂടെ ഒരു പാറ റൂട്ട് കാണാൻ പറ്റും. ഈ പുല്ലൊക്കെ കയറിക്കണ വഴിയാന്ന് ക്ലിയർ ആയില്ല. ഞങ്ങൾ ഇതുപോലെ തന്നെ വഴി മനസ്സിലാവാതെ മുന്നോട്ട് കുറച്ച് പോയി. പിന്നെ ഇവിടെ വീട്ടിൽ ചോദിച്ചപ്പോഴാണ് വഴി കാണിച്ചത്. അപ്പോൾ ഈ റൂട്ട് ഇങ്ങനെ ഒരു പാറ വെട്ടിയേക്കണ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ അധികം ആൾക്കാർ വരാത്തതുകൊണ്ടാകുന്നതുകൊണ്ട് വഴി പുല്ല് കയറി കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഇന്നപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വ്യൂ സ്പോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം മേലെ പോയിട്ട്. മേലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റൂട്ടോ. അധികം ദൂരമൊന്നുമില്ല. ചെറിയൊരു സ്റ്റെപ്പ് മേളിൽ കാണുന്നുണ്ട്. താഴെ നിന്ന് ബൈക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു 200 മീറ്റർ മേലേക്ക് കയറാനുള്ള തോന്നുന്നു. മേലേക്ക് നല്ലൊരു സ്പോട്ടാണ്. കയറി വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നൈസായിട്ട് ഒരു പാറ മേളിൽ കവർ ചെയ്ത് കയറാനായിട്ട് നല്ലൊരു സ്റ്റെപ്പ് പണിത് വെച്ചിട്ടുണ്ട്. ബാബാ, ഞങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുള്ള് നമ്മൾ പെട്ടെന്ന് ടോപ്പിൽ എത്തിയ പോലെ ഒരു ഫീൽ വരും നമ്മൾ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്തി. കാരണം ബൈക്കിനാണ് നമ്മൾ പകുതിയോളം മല കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയതായിട്ട് അറിയണില്ല. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് എത്തിയ പോലെ ഫീൽ ചെയ്തു മേലെ വന്നപ്പോൾ. അതുതന്നെ മുന്നിലോട്ട് രാവിലെ വരാൻ നോക്കാട്ടോ. ഞാൻ എത്തിയപ്പോൾ വൈകി, നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു മഞ്ഞൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ. എന്തായാലും വരുന്ന വഴിക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും മോർണിംഗ് വൈബ് ആയിരിക്കുള്ളൂ കൂടുതൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ടുണ്ടാവാം. കാരണം അതിന് പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ് എന്തായാലും നല്ല രസം ഉണ്ടാവും. കാരണം കൂടുതൽ മോർണിംഗ് വരാൻ നോക്കാം. ഒരു 6 മണി അല്ലെങ്കിൽ 5 മണി ആ സമയത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ. നല്ലൊരു കോടയും പിന്നെ അതുപോലെ തന്നെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണേ. ഇവിടെ ഇത്രയും ഏരിയ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ കോറി പോലെ മെറ്റൽ പൊടിക്കണോ എന്തൊക്കെ കണ്ട് അത് നോക്കാം എന്താണുള്ളത് നമുക്ക്. ജസ്റ്റ് വഴി ഇങ്ങനെ ഉള്ളിലോട്ട് ഓരോ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. നൈസ് പാറ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു എൻഡിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു നൈസ് ഒരു പാറമട ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മുകൾ വശത്താണ് നമ്മൾ നിൽക്കുന്നത്. താഴെ പാറമട ഇതും പിന്നെ അതുപോലെ തന്നെ അവിടെ മെറ്റൽ പൊടിക്കണ ഒരു ചെറിയൊരു സ്റ്റേഷൻ പോലെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്. മെറ്റലൊക്കെ അവിടെ പൊടിച്ചിട്ടുണ്ട്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ പാറ ഒന്നും പൊട്ടിക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു തടാകം പോലെ കിടക്കുകയാണ്. വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ മോർണിംഗ് ഇതുപോലെ നിങ്ങൾ വരാൻ നോക്കുക ഈ സ്പോട്ടിൽ. അപ്പോൾ സ്ഥലം മറക്കണ്ട. ഇത് ആനക്കല്ലുമല നെടുമ്പാറ. അപ്പോൾ നമുക്ക് എറണാകുളത്ത് നിന്നൊക്കെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയൊരു സ്പോട്ടാണ്. എറണാകുളത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ, പതിയെ വരെയാണ് 2 മണിക്കൂർ അത്രയൊക്കെ മതി. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, നല്ല വെയിലായതുകൊണ്ട് ഞാനപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ ആ പാല പിറവൻ റൂട്ടൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വന്നിട്ട് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ സൺഡേ ഒക്കെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സ്പോട്ടുകളൊക്കെ കാണാനായിട്ട് ഇറങ്ങാം. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞാനും ഇറങ്ങിയാണ്. ഓക്കെ, ബൈ ബൈ.